അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു തബാറകല്ലദീ ബിയദിഹിൽ മുൽകു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന ആ സൂറത്തുണ്ടല്ലോ, ഒരുപാടൊന്നുമില്ല വാപ്പാ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2.25 പേജ് 30 ആയത്തുകളാണുള്ളത്. റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്നിട്ട് പേടിച്ചുകൊണ്ട് പറയുന്നു, നബിയേ, ഖബറിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന നബിയേ, അത്ഭുതമായിട്ട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അതിൽ അത്ഭുതമൊന്നുമില്ല, സൂറത്തുൽ മുൽക്ക് ഓതുന്നവൻ ഇതിനേക്കാളും അത്ഭുതമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു പ്രിയമുള്ളവര്, പണ്ടൊക്കെ ഉമ്മമാര് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് മഗ്രിബ് കഴിയുമ്പോ സൂറത്തുൽ മുൽക്ക് ഓതുമായിരുന്നു. ആ 30 ആയത്തുകൾ ഓതുമായിരുന്നു. കാരണം അത് 6 അടി മണ്ണിലെ വെളിച്ചമാണ്, അത് 6 അടി മണ്ണിന്റെ അകത്ത് നിനക്ക് പ്രകാശമാണ്, അതുകൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമല്ല, സുബഹി നമസ്കാരത്തിൽ ഉസ്താദന്മാരെന്ന് ഓതുന്ന ഒരു സൂറത്തുണ്ട്. വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിൽ ഉസ്താദ് ഓതുന്ന ഒരു സൂറത്തുണ്ട്. ഏത് സൂറത്താ? പറഞ്ഞങ്ങാതി ഏത് സൂറത്താ? സൂറത്ത് സജദ. അതും ഒരുപാട് ആയത്തൊന്നുമില്ല, അതും 3 പേജേ ഉള്ളൂ. സൂറത്തു സജദ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും ഈ 2 അധ്യായങ്ങള് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയാ അവന് ഉംറ ചെയ്ത കൂലിയുണ്ടെന്നാണ്. മറ്റൊരു ഹദീസിൽ ഹജ്ജും ഉംറയും ചെയ്ത കൂലി. അല്ലാഹുവേ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് തബാറകല്ലദീ, അതുപോലെ സൂറത്തു സജദ, ഈ 2 അധ്യായങ്ങൾ ഓതുന്ന മനുഷ്യന് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിൽ കാണാം. എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർ, എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർ, എന്റെ പ്രിയമുള്ളവരെ, ഇതിനേക്കാളും വലിയ പ്രതിഫലമെന്താ? എന്റെ പ്രിയമുള്ളവരെ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലെ കാര്യമാ പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, ഇശാഇന്റെ ബാങ്ക് വിളിക്കാ സമയമായി, ഇശാഇന്റെ ബാങ്ക് വിളിക്കാ സമയമായി. പടച്ചവനെ, നിസ്കാരപ്പായിൽ വെറുതെ ഇരുന്നാൽ ഒരു അമലും നീ ചെയ്യണ്ട. ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കാരപ്പായിൽ ചുമ്മാതിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാദാമ ഫീ മുസല്ലാ അല്ലദീ സല്ലാ ഫീഹി മാ ലം യുഹദിസ് തഖൂൽ അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ ഓടല്ലേ വാപ്പാ, ഓടല്ലേ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാരെ, നമസ്കാരം കഴിഞ്ഞാൽ ഒരല്പനേരം നിങ്ങളെ മുസല്ലക്കകത്തിരിക്കണേ. തിരുതി കാണിക്കല്ലേ, തിരുതി കാണിക്കല്ലേ, എഴുന്നേറ്റ് ഓടല്ലേ നിസ്കാരപ്പായില. അവിടെ ഇരുന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ. ഫർള് നമസ്കരിച്ചിട്ട് ഒരു മനുഷ്യൻ അതേ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാതെ ദുആ ചെയ്ത അവന്റെ ദുആയിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞു തന്നത്. അതുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യൂ. നീ ദിക്ർ പറയാതെ ആ നിസ്കാരപ്പായിൽ മിണ്ടാതിരുന്നാൽ, നീ ദുആ ചെയ്തില്ലെങ്കിലും, നീ ദിക്ർ പറഞ്ഞില്ലെങ്കിലും, നീ ഖുർആൻ ഓതിയില്ലെങ്കിലും, ആ നിസ്കാരപ്പായിൽ ഇരിക്കുന്ന സമയത്തോളം അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ അല്ലാ. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ, നീ ഒന്നും ചെയ്യാതെ ദിക്ർ പറയാതെ നീ ചുമ്മാതെ നിസ്കാരപ്പായിലിരുന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നാഥാ, ഈ പാപപ്പെട്ടവന് പുറത്തു കൊടുക്ക് തമ്പുരാനെ, പാപങ്ങൾ പുറത്തു കൊടുക്കല്ലാഹുവേ. പടച്ചവനെ,
കരുണ ചൊരിയ തമ്പുരാന്. നിന്റെ മുന്നിലിരിക്കുന്നവനല്ലേ അല്ലാ, പല പല പ്രയാസങ്ങളുള്ളവനാ അല്ലാ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനാ അല്ലാ, രോഗിയാണല്ലാ, സമാധാനമില്ലാത്തവനാണല്ലാ, ഇവനോട് നീ കരുണ കാണിക്ക തമ്പുരാനെ എന്ന അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, പടച്ച റബ്ബിന്റെ ദീനിന് കാവൽ നിൽക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹുവാ പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ നിർത്തുകയാണ്, പത്തരയായി നിർത്തുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പടച്ചവരെ സഹാബത്തൊക്കെ ഇരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അവിടെ ഇരിക്കുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാല ബൈനമാ ജിബ്രീലു ഖായിദുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ ഖീല മിൻ ഖൗലിഹി ഫറഅസഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പ്രവാചകനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ ആകാശത്തൊരു ശബ്ദം കേൾക്കുകയാണ്, ആകാശത്തൊരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദമങ്ങ് കേട്ട് കഴിയുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തല ഉയർത്തുകയാണ്, ആകാശത്തേക്ക് തല ഉയർത്തുകയാണ്. പടച്ചവരെ അവിടുന്ന് തല ഉയർത്തിയിട്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ ശബ്ദം കേട്ടയുടനെ ആകാശത്തേക്ക് തല ഉയർത്തുകയാ, അത് കഴിഞ്ഞ് തല താഴ്ത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഫഖാല ഹാദാ ബാബും മിനസ് സമാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, ശബ്ദം കേട്ടത് എന്തെന്നറിയുമോ നബിയേ? ആകാശത്തിലൊരു കവാടം തുറന്നു, ആകാശത്തിലൊരു കവാടം തുറന്നു. മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, ആകാശത്തിലൊരു കവാടം തുറന്ന ശബ്ദമാണ് നബിയേ. ഒരു മലക്കിറങ്ങി വന്നു, ഒരു മലക്കിറങ്ങി വന്നു. എന്നിട്ട് അവിടുന്ന് സലാം പറയുകയാ. മുത്തുനബിയുടെ മുന്നിലിരിക്കുന്ന ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന്റെ മുന്നിലേക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു വന്നിട്ട് ഒരു മലക്ക് സലാം പറയുകയാ. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത പറഞ്ഞിരിക്കുന്നു നബിയേ. രണ്ട് പ്രകാശത്തിന്റെ സന്തോഷ വാർത്ത എന്റെ പ്രിയമുള്ളവരെ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാ. നബിയേ, അങ്ങയ്ക്ക് മുമ്പുള്ള ഒരു പ്രവാചകനും കൊടുത്തിട്ടില്ല. അങ്ങയുടെ മുമ്പ് കടന്നു വന്ന ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു കൊടുക്കാത്ത രണ്ട് പ്രകാശത്തെ കുറിച്ച് മലക്ക് സന്തോഷ വാർത്ത പറഞ്ഞിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ആ രണ്ട് പ്രകാശമേതാ? ലോകത്ത് കടന്നു വന്ന ഒരു പ്രവാചകന്മാർക്കും അവരുടെ അനുയായികൾക്കും കിട്ടാത്ത, എനിക്ക് മാത്രം അല്ലാഹു നൽകിയ ആ രണ്ട് പ്രകാശമേതാണ് ജിബ്രീൽ? മുത്തുനബി ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അത് ഖുർആനിലെ രണ്ട് ആയത്താണ് നബിയേ.
അത് ഖുർആനിലെ 2 ആയത്താ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഈ പറയുന്ന 2 ആയത്തുകൾ നിങ്ങൾക്കൊന്ന് മുറുകെ പിടിക്കാൻ കഴിയുമോ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾക്കറിയാത്ത ആയത്തല്ല, പച്ചവെള്ളം പോലെ അറിയുന്ന 2 ആയത്തുകള്. എന്റെ പ്രിയമുള്ളവരെ, ഇത് 2ഉം പ്രകാശമാണ്. ഇത് ഒന്നല്ലാഹുവേ, ഇത് മുറുകെ പിടിക്കുന്നവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഈ 2 ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാ. ഇതൊന്ന് മുറുകെ പിടിക്കാൻ കഴിയുമോ? ഇത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയുമോ? നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. കരുണക്കടലായ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഖുർആനിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ പെടുത്തണേ നാഥാ. ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതം പ്രകാശിപ്പിക്കണേ അല്ലാ. മരിച്ചു കിടക്കുമ്പോ ഞങ്ങളുടെ മുഖത്ത് പ്രകാശം തരണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്ത്, നബിയെ ശബ്ദം കേട്ടത് എന്തെന്നറിയോ? ഒരു മലക്ക് വന്നിട്ട് അതാ ഒരു കവാടം തുറന്നു. ആകാശത്ത് നിന്നൊരു കവാടം തുറന്നിട്ട് ഒരു മലക്ക് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് വരെ അങ്ങയുടെ മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ഒരു സമ്മാനം, 2 ആയത്തുകൾ. എന്നിട്ടത് പറഞ്ഞു, സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. ഈ 2 ആയത്തുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ മുറുകെ പിടിക്കോ? എവിടെ പിടിക്കും? എവിടെ? മുറുകെ ഇങ്ങട്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത് ഇപ്പൊ മുറുകെ പിടിച്ചോണ്ടിരിക്കുക, ഓർമ്മ തന്നെ ഇല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഇവിടെ പറഞ്ഞ നിർത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ് അവസാനിച്ചപ്പോ ഇവിടെയാ നിർത്തിയത്. ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക, ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുക. അപ്പൊ ഈ പറയുന്ന 2 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. ജീവിതത്തിൽ ചെയ്യുവോ? അതോ മറ്റേ ചങ്ങാതി കൊല്ലത്ത് പോയതുപോലെ ആവുമോ? ഉറപ്പല്ലേ? വാക്ക എന്ന് കൈ പൊക്കിക്ക്. അരക്കയ്യന്മാരെന്ത് പൊക്കട? വലത് കൈ പൊക്കട ചങ്ങാതി, വലത് കൈ. അവിടെ ഇടത് വിഭാഗം ഒന്നുമില്ല, വലത് വിഭാഗമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അൻസാരി എണ്ണേ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഓടി നടക്കുക കമ്മിറ്റിക്ക്. എൻ്റെ കൂടെ മംഗലാപുരം വരെ വന്ന് ഉറക്കമില്ല, വെളിച്ചമില്ല, ഓട്ടവാ പാവം. അൽഹംദുലില്ലാഹ്. പള്ളിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങൾ ആലോചിക്കുക. ഈ ചങ്ങാതിയുടെ പെണ്ണുമ്പിള്ള എങ്ങാനും കണ്ട ഓടിക്കും വീട്ടിൽ പോയി. ഞാൻ പോകാറില്ല, ഷാജിക്കാടെ വീട്ടിലോട്ട് പോകാറില്ല. കാരണം ഭാര്യ എന്നെ നോക്കിയിരിക്കുക. ഈ 1.5 കയ്യും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. 2 സർജറി കഴിഞ്ഞു. ഇപ്പൊ നോക്കി ബെൽറ്റ് ഇട്ടുകൊണ്ട് കിടക്കേണ്ട രംഗമാണ്. അല്ലാഹു ആലം. പടച്ചോൻ ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മോനെ കണ്ടില്ല ഷാജി എന്നെ, അവനെ ഞാൻ നാളെ ഒന്ന് പിടിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒരു മോനേ ഉള്ളൂ. ശരി. അല്ലാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ഇതൊക്കെ പള്ളിയുടെ കാര്യവുമായിട്ട് ഇങ്ങനെ ഓടി ആരാപ്പ ഇതുപോലെ വന്നിരിക്കുക. സത്യത്തിൽ പള്ളിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു പട്ടവ, വീട്ടിൽ പോയിരിക്കും. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ വെളിയിൽ വരാത്തവരാ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മെമ്പറാ. ഞാൻ പറഞ്ഞ് ഇത്തിരി കറുത്തെന്ന്, കാരണം ഇപ്പോൾ ഓട്ടവാ. കാരണം സാധാരണ ഇപ്പോൾ സ്കൂട്ടിയില്ല, ഇല്ലപ്പാ കുഴപ്പമൊന്നുമില്ല. ബൈക്കൊക്കെ ഇടയ്ക്കൊക്കെ AC എന്നൊക്കെ ഇറങ്ങി താഴോട്ടിരിക്കണം. അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. അള്ളാഹു നിങ്ങളുടെയൊക്കെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് സഹായിക്കും. നമ്മുടെ സലീം ഉസ്താദിന്റെ വീടിന്റെ കാര്യമൊക്കെ ക്ലിയറായ പാവപ്പെട്ട ഉസ്താദ് കുറ്റിയടിച്ചിട്ട് കുറെ കാലമായിട്ടാണ്. റബീലെല്ലാം അടിച്ച ഇതുവരെ. ഇൻഷാ അല്ലാഹ്. ഇവിടെ ചുമ്മാ ഇല്ല, ഇവിടെ വാടക വീടൊക്കെ എടുത്ത് താമസം തുടങ്ങിയെന്ന് അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ഇവിടെ തന്നെയാണ് താമസം. ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തിന്റെ വീട് പണി അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മുസമ്മിൽ വീട്ടിലേക്ക് പോവാണ്. തറ കെട്ടി തീർന്നെന്ന് തോന്നുന്നു. അൽഹംദുലില്ലാഹ്. എന്തായാലും ഇൻഷാ അല്ലാഹ്. ഷിയാബുക്കാക്ക് അടുത്തിരിപ്പുണ്ട്. മുസമ്മിലെ പിടിച്ചോ. ചിരിയിൽ ഒതുക്കാതെ വീടിന്റെ കാര്യം കൂടെ ഇൻഷാ അല്ലാഹ്. അദ്ദേഹമൊക്കെ ഒരുപാട് സഹായങ്ങൾ മുസമ്മിൽ ഉസ്താദിന്റെ വീട് പണിയുടെ കാര്യത്തിൽ സഹായം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് ആ മനുഷ്യൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പം ഇൻഷാ അല്ലാഹ് വീടില്ലാത്ത ഒരുപാട് പേരുണ്ട്.
ഒരുപാട് പേര് വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള ഭവനങ്ങൾ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലുപരിയായി അള്ളാഹുടെ വീടിങ്ങനെ നിൽക്കുക, അള്ളാഹുടെ വീടിങ്ങനെ അപ്പുറത്തിരിക്കുക. പക്ഷേ ഷാജി എന്നെ റമദാനിനൊന്ന് കയറാൻ പറ്റുമോ? എൻ്റെ കിഡ്നി തന്നാൽ പറ്റുമോ? എല്ലാവരും പറയണത് ഇവിടെ വയലിലൂടെ ലക്ഷങ്ങൾ പിരിച്ചു കൂട്ടണമെന്നാണ്. പടച്ചവനെ, ഒരാഗ്രഹമില്ല അപ്പം നമുക്കൊന്ന് കയറി നിസ്കരിക്കാൻ പറ്റിയ വലിയ കാര്യം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. റമദാനൊക്കെ ഇങ്ങനെ ഇതിനകത്ത് വലിയ പാപ ഇത്തിക്കാഫൊക്കെ എവിടെ ഇരിക്കും നമ്മൾ? റമദാന് ഒരുപാട് നാളൊന്നുമില്ല, എണ്ണിക്കോ 10-20 ദിവസം ഇനിയുള്ളൂ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. ദുആ ചെയ്യാൻ 20 ദിവസം കഴിഞ്ഞാൽ അടുത്ത മാസം 15-20 മുമ്പ് നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. റമദാൻ എത്തി. ഏപ്രിൽ 20 കണ്ട റമദാന്റെ സ്റ്റാർട്ടിങ്. ആലോചിക്കേ, 13 സോഹ ഇപ്പൊ കുറഞ്ഞു തുടങ്ങി. ഒന്ന് ആലോചിക്ക, റമദാൻ എത്തി. ഇവിടെ ഇപ്പോഴല്ലേ പോയത്? റമദാൻ ഇപ്പോഴല്ലേ നോമ്പ് പിടിച്ചൊക്കെ പോയത്? ഇത് അടുത്തെത്തിക്കഴിഞ്ഞു. അല്ലാഹു അഅലം. അല്ലാഹു ഈ റമദാനെങ്കിലും ഹയാത്താക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട്, ഇല്ല എന്നാലും പറയരുത്, നിങ്ങളൊക്കെ എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവനവനെ കൊണ്ട് കഴിയുന്നത് കൊടുത്താൽ നമുക്ക് ഈ റമദാൻ ഒന്നീ മുകളിൽ കയറണം, അല്ലെങ്കിൽ താഴെ ഇറങ്ങണം എവിടെയെങ്കിലും. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് ഷൗക്കണ്ണ മോള് വാർത്താലല്ലേ നിസ്കരിക്കാൻ പറ്റൂ? ഇല്ല. ഷൗക്കണ്ണ എന്ത് സന്തോഷമില്ലാത്ത ഷൗക്കണ്ണ എപ്പോഴും അവിടെ ഇരിക്കത്തുള്ളൂ. ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കത്തില്ല ചങ്ങാതി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്ക് ഒന്നീ ഇതിനകത്ത് കയറണം, അല്ലെങ്കിൽ താഴെയെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ ഇറങ്ങി തറാവി നിസ്കരിക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന സഹോദരങ്ങളോട്, ലൈവ് കേൾക്കുന്നവരോട്, ഞങ്ങളുടെ പള്ളിയുടെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എല്ലാവരും പള്ളിയുടെ വീഡിയോ കണ്ടപ്പോൾ ചിന്തിച്ചു, പഠിച്ചോനെ ഇതെന്തോ അപ്പ വലുരൂമാളിനെ പോലെ. അങ്ങനെയൊന്നും അല്ലപ്പാ. ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ് വലിയ പള്ളി. പക്ഷേ ഇവിടെ നിസ്കരിക്കുന്ന അവസ്ഥയൊന്നും ഇവർക്കറിയില്ലല്ലോ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഓരോ മനുഷ്യനും 1 സ്ക്വയർ ഫീറ്റ് എങ്കിലും 1 സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ഓരോരുത്തരും അൽഹംദുലില്ലാഹ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇങ്ങനെ ഇരുന്ന്, കേരളം, മംഗലാപുരം, കാസർഗോഡ്, കർണാടക, എവിടേക്കോ ഉള്ളവർ, മഹാരാഷ്ട്രയിൽ കിടക്കുന്നത് വരെ നമ്മുടെ പള്ളിക്ക് വേണ്ടി നൽകുന്നവരുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സദക്ക കൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രഭാഷണം കേൾക്കുന്നവരോട്, അള്ളാഹുവിനൊരു വീട് പണിയുന്നതിനു വേണ്ടി, പടച്ച റബ്ബിന് സുജൂദ് ചെയ്യുന്ന ഒരു ഭവനം പണിയുന്നതിനു വേണ്ടി, നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടമൊക്കെ വളരെ പ്രയാസത്തിലാണ്. ഇനി മുന്നോട്ട് പോകും തോറും എന്താകുമോ നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും അൽഹംദുലില്ലാഹ്, ഓരോ മനുഷ്യനും, എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്, ഈ സദസ്സിൽ കുറഞ്ഞ ആളേ ഉള്ളൂ. പക്ഷെ ഈ സദസ്സിലെ ദുആ നിങ്ങൾ കാണേണ്ട കാര്യം, എത്രയോ പേരുടെ രോഗം മാറിയെന്നറിയോ? എത്രയോ പേര്, ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഗർഭിണിയാ, ദുആ ചെയ്യണം. ഡോക്ടർ പറഞ്ഞത് പ്രസവിക്കൂല എന്ന്. കുട്ടി ഉണ്ടാകാൻ വളരെ 90-80% സാധ്യത, 75% സാധ്യതയില്ലെന്ന് പറഞ്ഞ സഹോദരി ആരാന്ന് പോലും ഓർമ്മയില്ല, കൂടുതലൊന്നും തന്നില്ല, 1500 രൂപ എവിടെ തന്നെ. ആ സഹോദരി പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യ്, ഗർഭിണിയുണ്ട്, വിശേഷമുണ്ട്. നമ്മുടെ ഇതാ സദസ്സിലെ ദുആ ഒരിക്കലും എൻ്റെ മഹത്വമല്ല. ഈ മസ്ജിദ്, ഈ മജ്ലിസ്, അത് അല്ലാഹു ഇഷ്ടപ്പെട്ട മജ്ലിസാണ്. അപ്പൊ ഇതിലൂടെയുള്ള ദുആ കാരണം എത്രയോ പേരുടെ രോഗം മാറി. നമ്മുടെ ഇവിടൊക്കെ ഉള്ളവരിതൊക്കെ എത്രയോ പ്രാവശ്യം ഉസ്താദേ ജയിലിൽ കിടന്ന് മോചനം കിട്ടില്ല എന്ന് കരുതിയവർ, ഒരു അഹ്ലുബൈത്തെ കരഞ്ഞുകൊണ്ട് ഉസ്താദ് ദുആ ചെയ്യണം, ഒരു വഴിയില്ല. അവർ 2ാമത്തെ ആഴ്ച വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് മോചനം കിട്ടി. ഒരിക്കലും ഞാനിതിന്റെ പബ്ലിസിറ്റി അല്ല പറയുന്നത്, നമ്മുടെ മഹത്വമല്ല പറയുന്നത്. എന്തോ അള്ളാഹു അനുഗ്രഹിച്ചിട്ട് ഈ മജ്ലിസ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആരോ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഈ പള്ളിയായിരിക്കാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ഒരുപാട് പേര്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ, സദക്ക ചെയ്യുന്നവർ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അള്ളാഹുവിന് വേണ്ടിയാ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് വേണ്ടിയോ കമ്മിറ്റിക്കാർക്ക് വേണ്ടിയോ അല്ല, പടച്ച റബ്ബിന് വേണ്ടിയാ. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹു തോന്നൽ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണേ. എല്ലാ ദിവസവും ഓതുന്നവരാണ് ഇത്, ഓരോ ദിവസവും മറക്കാതെ ഈ ഇരിക്കുന്ന സർവരും ഓതുന്നവരാണ്. പക്ഷേ ഇന്നു മുതൽ ഓതുമ്പോ ഈ മഹത്വങ്ങൾ
കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഓതാ. അല്ലാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ? നിങ്ങൾ എല്ലാവരും ഓതണ തന്നെ, ഓതാത്തൊന്നുമല്ല. എല്ലാ ദിവസവും ഇന്നൊരു 10 വട്ടമെങ്കിലും ഓതിയിട്ടുണ്ടാവും. ഇന്നൊരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതിയിട്ടുള്ളതാണ് ഈ അധ്യായം. പക്ഷേ ഇനി ഓതുമ്പോ ഇതുകൂടെ മനസ്സിലാക്കിയിട്ട് ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂല്ലേ? ഉറക്ക ഇൻഷാ അല്ലാഹ്. എന്തേ പ്രതിഫലം? എന്തേ പ്രതിഫലം? സ്വർഗം വേണോ? സ്വർഗം വേണോ? വേണോ വേണ്ടേ? വേണം. ഈ ഒറ്റ ആയത്ത് പിടിച്ചോ. ഈ ആയത്ത് മുറുകെ പിടിക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഏതാണ് ഈ ആയത്ത്? ഏതാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിന്റെയും നിന്റെയും ഇടയിൽ ഒരേ ഒരു മറ. ഈ ആയത്താരാണോ ഓതുന്നത്, ഈ ആയത്താരാണോ ഓതുന്നത്, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറയേ ഉള്ളെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെയും നമ്മുടെ ഇടയിലും ഒറ്റ മറയേ ഉള്ളൂ. എന്താ മറ? സ്വർഗത്തിൽ പോണെങ്കിൽ എന്ത് ചെയ്യണം? പറഞ്ഞങ്ങാതി നിസ്കരിക്കണമെന്നല്ലപ്പാ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഇരുന്നോണ്ട് പോകാൻ പറ്റുമോ? ഊട്ടി പോയിട്ട് വരുന്ന പോലെ ഇല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മരിച്ചാലല്ലേ പോകാൻ പറ്റൂ? മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ? അപ്പം മരണം, മരിക്കാ പോവാ, അത്രേ ഉള്ളൂ. അതാ മനസ്സിലാക്കണ്ടേ. ഈ പറയുന്ന ഒരു ആയത്ത് ആരെങ്കിലും ഓതിയാൽ അവൻ മരിക്കുക, സ്വർഗത്തിൽ പോകാം, ഇത്രയേ ഉള്ളൂ. ഈ മരണം എന്ന് പറയുന്ന ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. മരിച്ചോണം, പൊക്കോണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? ഏതായത്ത്? ഏതായത്ത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആയത്തുൽ കുർസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ആരണ്ട പ്രകാശം ഏതെന്നറിയുമോ? അത് ഒന്ന് ആയത്തുൽ കുർസിയാണ് നബിയേ. ഒന്ന് ആയത്തുൽ കുർസിയാണ് നബിയേ. അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ അതാ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ആയത്തുൽ കുർസിയുടെ മഹത്വം അറിയുമോ? അന്നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ കതബ കിതാബൻ ഖബല അൻ യഖ്ലുക السماوات والارض ب1000 عام انزل من آيتين ختم بها سورة البقرة ولا يقرآن فيه دار 3 ليال فيقربه الشيطان. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു ആകാശഭൂമിയെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ് ഒരു ഗ്രന്ഥം ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് 2 വചനങ്ങൾ, അവ രണ്ട് വചനങ്ങൾ ഉണ്ടായിരുന്നു. അത് പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലാഹു ഒരു കിതാബ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 ആയത്തുകളുണ്ട്. അതിനകത്ത് 2 ആയത്തുകളുണ്ട്. ആ 2 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ കാണാം. ആ 2 ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ കാണാം. ആ ആയത്തുകൾ ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതിലെ 114 അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയുടെ അവസാന 2 ആയത്തുകളുണ്ടല്ലോ, അല്ലാഹുവേ, മുത്തുനബി പറയുകയാ, വീട്ടില് പൈശാചിക ഉപദ്രവമുള്ളവരുണ്ടല്ലോ, ശൈത്താനിന്റെ ശർറുള്ളവരുണ്ടല്ലോ, പടച്ചവനെ, ഉസ്താദിന്റെ അകത്ത്, വീടിന്റെ അകത്ത് വല്ലാത്ത പ്രയാസമാണ്, ശൈത്താനിന്റെ ഉപദ്രവമുണ്ടെന്ന് പറയുന്ന മനുഷ്യ, ഒരു മന്ത്രവാദിയെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകണ്ട. ഒരാളെയും നിന്റെ വീട്ടിൽ മന്ത്രവാദം നടത്താൻ കൊണ്ടുപോകണ്ട. നിന്റെ വീടിന്റെ അകത്ത് പൈശാചിക ഉപദ്രവം മാറണോ? 5
പൈസയുടെ ചെലവില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചിലരൊക്കെ പറയാറുണ്ട് ഉസ്താദെ വീടിന്റെ അകത്ത് വരക്ക് പോക്കുണ്ടെന്ന്. എന്ത് പോക്ക് പറ ഇല്ലേ? ചിലരൊക്കെ പറയുന്ന വീടിന്റെ അകത്ത് ആരോ വരുന്നുണ്ട് പോകുന്നുണ്ടെന്ന്. എനിക്കറിയത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതിനുവേണ്ടി കുറെ ആൾക്കാരെ കൊണ്ടുവന്നിരുന്ന് പൂജയൊക്കെ നടത്തുന്നവരുണ്ട്. ശൈത്താനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ എളുപ്പ വഴി ഞാൻ പറയാം. പൈസയുടെ ചിലവൊന്നുമില്ല, വല്ലതും ഉണ്ടെങ്കിൽ പള്ളിക്ക് കൊടുത്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പേടിയുണ്ടാ? ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഹദീസാ പറയണേ. ഞാൻ പറയുന്നത് ഹദീസ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇറാബ് തന്നെ വായിച്ചു തന്നത്. ഈ പറയുന്ന 2 ആയത്തുകൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ. ഈ 2 ആയത്തുകൾ 3 ദിവസം 3 രാത്രികളിൽ ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് 3 ദിവസം ഈ ആയത്തുകൾ പാരായണം ചെയ്താൽ, എന്റെ പ്രിയമുള്ളവരെ, ആ വീട്ടിലേക്ക് ശൈത്താൻ അടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ ആയത്തുകൾ ഏതെങ്കിലും വീടിന്റെ അകത്ത് എത്ര ദിവസം ഓടണം? എത്ര ദിവസം? 3 ദിവസം. നിങ്ങളൊന്ന് ഓതാൻ പറ്റുമോ എന്ന് നോക്കിക്കേ. പറ്റൂല. ഒരു ദിവസമെങ്കിലും മുടങ്ങും. കാരണം ശൈത്താൻ മുടക്കും. കാരണം അവന് താമസിക്കാൻ പറ്റൂല. വാടക തരാതെ അതിനകത്ത് കയറി കിടക്കല്ലേ? വാടക തരാതെ വീടിന്റെ അകത്ത് കിടക്കല്ലേ? ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് അവിടെ നിന്ന് കാണാം സൂറത്തുൽ ബഖറ വലാ യുഖ്റആനി ഫീ ദാരി സലാസ ലയാലിൻ. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് 3 രാത്രിയിൽ ഈ ആയത്തുകൾ പാരായണം ചെയ്താൽ അവിടെ നിന്ന് ശൈത്താൻ അടുക്കുകയില്ല, വീട്ടിലേക്ക് അടുക്കുക പോലും ചെയ്യില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം വലാ യുഖ്റആനി ഫീ ബൈത്തിൻ ഫയുഖ്റബഹു അശ്ശൈത്വാനു സലാസ ലയാൽ. ഈ 2 ആയത്തുകൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പാരായണം ചെയ്യാൽ 3 രാവുകൾ. ഒന്നാമത് പറഞ്ഞ എന്താ? 3 രാത്രികളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പാരായണം ചെയ്താൽ ഇബ്ലീസ് അടുക്കുകയില്ല. രണ്ടാമത്തെ ഹദീസ് പറയുന്നു 1 വട്ടം ഓതിയ 3 ദിവസം വരില്ല. ആദ്യം പറഞ്ഞ ഹദീസ് 3 രാത്രി ഓതിയാൽ അടുക്കില്ല. രണ്ടാമത്തെ ഹദീസ് ഒറ്റ രാത്രി ഓതിയ 3 ദിവസം അടുക്കില്ല. എങ്ങനാണെങ്കിലും നേട്ടമേ ഉള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, അത്രയും മഹത്വമുള്ള ആയത്തുകളാ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു. ഇത് അർശിന്റെ താഴെയുള്ളതാണെന്ന അന്നബീദ് റളിയല്ലാഹു തആല അൻഹു ഉഅതിയതു ഹാദിഹിൽ ആയ മിൻ ആഖിരി സൂറത്തുൽ ബഖറ മിൻ കൻസിൻ തഹ്തൽ അർശി. അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തുള്ള ഒരു നിധിയാണെന്നാ പറയണത് ഈ ആയത്ത്. ആയത്തുൽ കുർസി അറിയോ? അറിയുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. ഈ ആയത്തും കൈ വെച്ചിട്ടാ നടക്കണ ഇടത്ത് വലത്ത്. ഈ ആയത്തെ കയ്യിൽ വെച്ചിട്ട് ഇത് ഓതാനുള്ളതാ സഹോദര. ഇതാ നിന്റെ ഒരു ആയുധമാ. ഇത് വീടിന്റെ അകത്തിരുന്ന് ഓതണം. വീട്ടിലേക്ക് പുറത്തിറങ്ങുമ്പോ ആയത്തിൽ കുർസി ഏൽപ്പിച്ച അള്ളാടെ കയ്യിൽ തവക്കൽത്തു അലല്ലാ. ഒരു കള്ളനും കയറൂല. വീട് പൊട്ടിക്കിട്ട് ഇങ്ങനെ നടക്കാം. പൂട്ടിയോ നടക്കലല്ല. അങ്ങോട്ട് ഇറങ്ങണ സമയത്ത് ആയത്തിൽ കുർസി ഓതുക. ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാ. അസ്റായിലല്ലാതെ വേറെ ആരും കയറൂല. അസ്റായിൽ. അതുകൊണ്ടാ പറഞ്ഞത് രാത്രി എഴുന്നേറ്റ് ചാടും. ഈ അടുത്തൊരാൾ, എൻ്റെ മോന് ഞാനിങ്ങനെ ചിന്തിച്ചു. എൻ്റെ ചിലപ്പോഴൊക്കെ വൈഫിന്റെ വീട്ടിലാ കിടക്കാറ്, മൂത്ത മോൻ സിനാൻ. അപ്പൊ ഉമ്മ പറയാറുണ്ട് രാത്രിക്ക് ഇവൻ ചാടി എഴുന്നേക്കുന്നു. എൻ്റെ വീട്ടിൽ വരുമ്പോൾ കുഴപ്പമില്ല. എൻ്റെ കൂടെ കിടക്കുമ്പോൾ ചില കുട്ടികൾ ഉറക്കത്തിൽ എൻ്റെ ഉമ്മ പറയാറുണ്ട് ഇങ്ങനെ ഞെട്ടി ഉണരും. മോനെ എന്ന് വിളിച്ച് കിടത്താറുണ്ട്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആയത്തിൽ കുർസി ഓതിയിട്ട് ഊതുക. കൊച്ചുകുട്ടികൾ കിടന്നുറങ്ങുന്നവർ ഉറക്കത്തിൽ ആയത്തിൽ കുർസി ഓതിയിട്ട് ചുറ്റുഭാഗത്തൊരു റൗണ്ട് ഇങ്ങനെ, ചിലർ പറയുന്നു കയ്യിൽ ഊതിയിട്ട് ഇങ്ങനെ വരയ്ക്കണമെന്ന്, ചിലർ പറയുന്നു ഊതാൻ. ആയത്തിൽ കുർസി ഓതിയിട്ട് ഊതുക. അസ്റായിലല്ലാതെ വേറെ ആരും കിടക്കില്ല എന്ന് ഹദീസിൽ കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ചങ്ങാതി തടയാൻ പറ്റുമോ? എന്ത് ഓതിയാലും അസ്റായിലിനെ തടയാൻ പറ്റുമോ? അത് പറ്റൂല. അവൻ കയറി വരും. അപ്പൊ ഒരു ചെറുപ്പക്കാരെ അടുത്ത് ചോദിച്ചു, ഉസ്താദേ, ഈ മനുഷ്യന്റെ രൂപമുള്ള വീട്ടിൽ മലക്ക് കയറൂല, നായി വളർത്തുന്ന വീട്ടിൽ മലക്ക് കയറൂല, അപ്പൊ പിന്നെ അസ്റായിൽ എങ്ങനെ കയറുന്നത്? ചോദ്യം തന്നെ അല്ലേപ്പാ. എന്താ സലീം ഉസ്താദ്? നമ്മൾ പറയാറുണ്ടല്ലോ, മനുഷ്യന്റെ രൂപമുള്ള വീട്ടിൽ ആര് കയറൂല? മലക്ക് കയറുവോ? നായി വളർത്തുന്ന വീട്ടിൽ കയറുവോ? എന്തൊരു മടി. അപ്പൊ പിന്നെ അസ്റായിൽ എങ്ങനെ കയറും?
ഏത് മലക്ക് കയറൂല എന്നാ പറഞ്ഞേ? റഹ്മത്തിന്റെ മലക്ക് കയറൂല. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കയറൂല എന്നാ പറഞ്ഞ്. അസ്റായിലാണെങ്കിൽ എവിടെയും കയറി ചെല്ലും. ആ ചങ്ങാതിക്ക് ഒരു ചോദ്യമില്ല, എവിടെയും കയറി പോകാൻ ലൈസൻസ് ഒന്നുമില്ല, കയറി അങ്ങ് പോകും. ഒരു ദിവസം നമ്മുടെ മുന്നിൽ വരും. നല്ലതുപോലെ കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകണം. മൂസാ നബിയുടെ മുന്നിൽ കയറിപ്പോയെന്ന. മൂസാ നബിയാണ് പ്രവാചകന്മാരിൽ ഏറ്റവും ദേഷ്യം, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാ. തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് എടുത്ത് ഒറ്റയേറെറിഞ്ഞ 40 ദിവസം നോമ്പും പിടിച്ചിട്ട് അവസാനം പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് അള്ളാടെ കയ്യിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ തൗറാത്ത് എന്ന് പറയുന്ന കിതാബും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാ പടച്ചനെ എടാ അതോ വിഗ്രഹത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാം കൂടെ എടുത്തെറിഞ്ഞെന്ന ദേഷ്യം. യാ യഹ്യ ഖുദിൽ കിതാബ് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ റൂഹ് പിടിക്കാൻ പോയപ്പോൾ മിണ്ടാതെ പോയിട്ട് കയറി അങ്ങ് പിടിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ റൂഹ് പിടിച്ചു. വേദന സഹിക്കാൻ ഒരൊറ്റ അടി അസ്റായിലിന്റെ മുഖത്തടിച്ചെന്ന വലത് കണ്ണിലെങ്ങാണ്ടോ ഒറ്റ അടി അങ്ങ് കൊടുത്തു എന്ന്. പടച്ചവന്റെ മുന്നിൽ പരാതിയായിട്ട് പോയി, അള്ളാ എൻ്റെ കണ്ണ് പോയെന്ന്. അപ്പോഴാ അതുപോലെ അനുവാദം ചോദിച്ചിട്ടേ പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കാവുന്ന. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നിധിയ, ഇത് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തുള്ള നിധിയായി ആയത്ത്. അതുകൊണ്ട് ഇത് ഓതിയിട്ട് വേണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. ശൈത്താനിന്റെ ഉപദ്രവമില്ല. രാത്രി കിടക്കുമ്പോ ഈ ആയത്ത് ഓത്. ആയത്തിൽ കുർസി, ആമൻ റസൂല് ഇത് ഓതിയിട്ട് കിടന്നുറങ്ങ്. അസ്റായിൽ അല്ലാതെ വേറൊന്നും നിന്നിലേക്ക് കിടക്കില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൻ ഖറഅ ആഖിറ സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫാഹ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അവനിത് മതിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ രാത്രി കിടന്നുറങ്ങുകയാ, നിസ്കരിക്കുന്നൊന്നുമില്ല, രാത്രി കാലങ്ങളിൽ ഖുർആൻ ഓതലില്ല, പക്ഷെ ഈ 2 ആയത്തുകൾ ഓതിയിട്ട് കിടന്നുറങ്ങിയ അവൻ ഇബാദത്ത് ചെയ്യുന്നവനെ പോലെ. അവനത് മതി കൂലി കിട്ടാൻ. അവനതിന് പ്രതിഫലമുണ്ട്. ആ രാത്രിയിലെ ഉറക്കത്തിന് പോലും അള്ളാഹു പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.